എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തമാണ് വിഷയം. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ ധനസഹായത്തിന് വേണ്ടിയുള്ള മെമ്മോറാണ്ടമാണ് ഇപ്പോഴുള്ള ഒരു വിവാദ വിഷയം. അത് വാർത്താമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആ വിഷയം സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും അതിനെതിരെയുള്ള വിമർശനങ്ങളും അതിന് വേണ്ടിയുള്ള ന്യായീകരണങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വാർത്തയനുസരിച്ച് LDF ആയാലും അതുപോലെ തന്നെ ഈ ഭരണകക്ഷി ആയാലും CPM ആയാലും ഇപ്പോൾ കുതിര കയറുന്നത് മാധ്യമങ്ങളുടെ നേർക്കാണ്. മാധ്യമങ്ങൾ കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കേണ്ട സഹായങ്ങളെക്കുറിച്ചിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ അതിന് പാരവെക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. പക്ഷേ ഒരേ ഒരു കാര്യത്തിന് മാത്രം ഈ സർക്കാരും സർക്കാരിനെ നയിക്കുന്നവരും മറുപടി പറഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള പൊള്ളത്തരം മനസ്സിലാവും. ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം: ശവസംസ്കാരത്തിന് എത്ര രൂപ ചെലവാകും? വയനാടിലെ ഒരു ശവസംസ്കാരത്തിന് വേണ്ടി കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് 75,000 രൂപയാണ്. ഇത് പറയുമ്പോൾ ഈ ഭരണത്തിനെ പിന്താങ്ങുന്നവരും ഘടകകക്ഷികൾ ഉൾപ്പെടുന്ന LDFും പറയുന്നൊരു കാര്യം, ഇത് സർക്കാർ നൽകുന്നതിന് വേണ്ടി, അതായത് ഇനി ആൻറ്റിസിപ്പേറ്ററിയായി കൊടുത്തതാണ്, അല്ലാതെ ചെലവാക്കിയ തുക അല്ല, ചെലവാക്കാൻ വേണ്ടിയുള്ള തുകയാണ് 75,000 എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാർ, ഈ വയനാട്ടിൽ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ശവസംസ്കാരത്തിനാണോ ഇനി വരാൻ പോകുന്ന ഭാവിയിലേക്കുള്ള ചെലവിൻ്റെ കണക്കിൽ 75,000 എഴുതി ചേർക്കുന്നത്? ഇതിന് നേരിട്ടൊരു മറുപടി ഇവരാരും പറഞ്ഞിട്ടില്ല. 75,000 മൃതദേഹത്തിൻ്റെ ചെലവിന് വേണ്ടി വേണം എന്ന് പറഞ്ഞാൽ ഇനി വേണമെന്നാണോ? അതായത് ഇനിയും അവിടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ശവസംസ്കാരം ഇനിയും നടത്താനുണ്ട് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കൊടുക്കുമ്പോൾ ഒന്നുകിൽ ചെലവാക്കിയ തുക നമ്മൾ ക്ലെയിം ചെയ്യണം, ഇല്ലെങ്കിൽ ഇനി വരും കാലത്ത് ചെലവാക്കേണ്ട തുക കണക്കാക്കണം. വരും കാലത്ത് ഇനി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇനി ചെലവാക്കേണ്ടത് അവരുടെ പുനരധിവാസവും അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമാണ്. പാലങ്ങളും റോഡുകളും ഒക്കെ വരേണ്ടതുണ്ട്. ആ ചെലവുകളും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹൗസിംഗ് സ്കീമും ഒക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. ശവങ്ങൾ സംസ്കരിക്കാൻ ഇനിയില്ല. കാരണം അന്ന് തൊട്ട് കുറേ ദിവസങ്ങളോളം ഈ മുങ്ങിത്തപ്പി കിട്ടിയ പല കഷണം ശവശരീരങ്ങൾ കൂടി സംസ്കരിച്ച് കഴിഞ്ഞു. ഇനി ഒരു വിരൽത്തുമ്പ് പോലും അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി കിട്ടാനില്ല. അപ്പോൾ ഇനി ശവസംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള തുക ചോദിക്കേണ്ടതില്ല. അപ്പോൾ ശവസംസ്കരിച്ചതിൻ്റെ ചിലവാണോ ഓരോന്നിനും 75,000 ചോദിച്ചത്? അത് ലോജിക്കാണോ? ഇവിടെ ഈ ഒറ്റ ശവസംസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം കണക്കു പറഞ്ഞ 75,000 രൂപ എന്തടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കി അവിടെ പ്രശ്നം തീരും. എല്ലാവരും തൊട്ട് കാണിക്കുന്നത് ആ 75,000 രൂപയാണ്. അപ്പോൾ അമിതമായ കണക്ക് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും പണത്തിന് വേണ്ടി മെമ്മോറാണ്ടം സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നിലയിൽ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാം. ഒരു മരം, ഒരു വീട്ടിനടുത്ത് നിൽക്കുന്ന ഒരു മരം വെട്ടിമാറ്റുന്നതിന് നമ്മൾ ഒരാളിന് അടങ്കൽ കൊടുക്കും. അടങ്കൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം ഈ മരങ്ങൾ, ഒരു 10 മരം, അത് മുഴുവൻ വെട്ടിമാറ്റുന്നതിന് നിനക്ക് എത്ര രൂപ വേണം? അപ്പോൾ അയാൾ അതിനൊരു 10,000 രൂപ അയാൾ പറയും. ആക്ച്വൽ തുക എത്രയായിരിക്കും? ഒരു പക്ഷേ 5,000 ആയിരിക്കാം, 6,000 ആയിരിക്കാം. ബാക്കി അയാൾ എക്സാഗറേറ്റ് ചെയ്ത് പറഞ്ഞ് 10,000. നമുക്ക് ഓരോ ദിവസത്തെ കണക്കിനും കാര്യം നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഒരാളിനങ്ങ് ഏൽപ്പിക്കുക, അയാൾ വെട്ടിമാറ്റിക്കോട്ടെ, അയാൾക്ക് ആ തുക മൊത്തം കൊടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് എടുക്കുന്നവൻ എന്താ കരുതുക? എനിക്ക് കൂടെ ലാഭം കിട്ടണ്ടേ? ഓരോ ദിവസത്തെയും കൂലി വാങ്ങുന്നതിനേക്കാളും മൊത്തം എടുത്താൽ എനിക്ക് എത്ര ലാഭം കിട്ടും എന്ന് നോക്കി അയാൾ തുക എക്സാഗറേറ്റ് ചെയ്ത് പറയും, കൂടുതലായി പറയും. അതേ രീതിയിലാണോ ഇവിടെയും നടന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് ആരും കേന്ദ്രത്തിൽ നിന്നും കാശ് വാങ്ങാനും സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, എന്തിനും വിമർശനമാണ്, ആരോപണമാണ്, ഈ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്.
ഇതിലൊക്കെ ചില യുക്തിപരമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൻ്റെ ഭാഗമായി ഒരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട പല മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതിൽ പ്രധാനമായി എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് ഈ 75,000 രൂപയുടെ കാര്യം തന്നെയാണ്. അതിനാണ് ഈ നേരിട്ടുള്ള ഒരു മറുപടി ഇതുവരെ കിട്ടാത്തത്. അപ്പോൾ ചോദിച്ചു എന്നുള്ളത് വാസ്തവമാണെന്നുള്ളത് എല്ലാവരും അടിവരയിട്ട് പറയുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, ചോദിച്ചു. പക്ഷേ ഈ ഡെഡ് ബോഡിയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാത്രം ആരും ഡെഡ് ബോഡി ഈ ശവസംസ്കാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പോയിന്റിലേക്ക് ഇതുവരെ ആരും പറഞ്ഞില്ല. CPI നേതാക്കളും പറഞ്ഞില്ല, CPM പറഞ്ഞില്ല. ഇപ്പോൾ TP രാമകൃഷ്ണൻ ഇതിനെ സംബന്ധിച്ച് അടുത്ത ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത ദിവസം ഒന്നും പറയേണ്ട, ഇന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. LDFും CPMും നടത്തുന്ന ഈ പുനരധിവാസം സംബന്ധിച്ചിട്ടുള്ള ഫണ്ടിന് വേണ്ടി കേന്ദ്രത്തിനെ സമീപിച്ചിട്ട് പോലും ആരും അതിനെ പിന്തുണയ്ക്കാതെ അതിനും വിമർശനമായിട്ട് വന്ന് ഈ സർക്കാരിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതൊക്കെ ന്യായീകരണമാണല്ലോ, അത് നടക്കും, നടന്നോട്ടെ. പക്ഷേ ചില ചോദ്യങ്ങൾക്ക്, നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുന്നതാണ് രാഷ്ട്രീയ ആർജവത്വം. അതാണ് കുറച്ച് നാളുകളായി കേരളത്തിൽ ഇല്ലാതെ പോകുന്നത്. പറയുന്നില്ല, പറയാതെ ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. നേരിട്ട് പറയണം, സത്യം സത്യമായി പറയണം. അത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാരിൽ നിന്നും ജനങ്ങൾ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള മറുപടികൾ ആഗ്രഹിക്കുന്നു. അത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ മാത്രമായിട്ട് പറയുന്നില്ല. നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ, നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ, നിങ്ങളുടെ പാർട്ടി അണികൾ തന്നെ ഇതൊക്കെ ചോദിക്കുന്നു, അവർ ഇതൊക്കെ പറയുന്നു. ഇപ്പം ഈ ഒരു കാര്യത്തിൽ അവർക്ക് ചിലപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് എന്ന് പറഞ്ഞു ഒഴിയാം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ 75,000 ഒരു ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിന് കണക്കെഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരാകുമ്പം അല്ലാതെ ഒരു 1,000 രൂപ 2,000 രൂപ എഴുതി കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് പറഞ്ഞാൽ സഹിക്കാം. 10,000 എഴുതിക്കോളൂ, 15,000 എഴുതിക്കോളൂ, 20,000 എഴുതിക്കോളൂ. ഒരു ഡെഡ് ബോഡി സംസ്കരിക്കാൻ 25,000 എഴുതിക്കോളൂ. പക്ഷേ 75,000 കുറച്ച് കടന്ന കയ്യായിപ്പോയി എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ ദയവായി കുറ്റം പറയാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നാൾക്ക് നാൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കൂടി ഈ പറയുന്ന രീതിയിൽ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമുണ്ടല്ലോ, അത് ഭൂഷണമല്ല. പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാനുള്ളത് നേരെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൽ ജനങ്ങൾക്കിടയിൽ വേരൂന്നിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. ആ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ച്, പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച്, പ്രസ്ഥാനത്തിന് വേണ്ടി വെടിയുണ്ടകളും ലാത്തികളും ഏറ്റുവാങ്ങി മരണപ്പെട്ടു പോയ എത്രയോ മനുഷ്യർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. അവരുടെയൊക്കെ ആത്മാക്കൾ നൊന്തുപോകും ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതി കണ്ടാൽ. ഇത് പാർട്ടിയുടെ തലയിൽ വെക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് തയ്യാറാക്കിയ ആളുകൾ ആരായാലും ഗവൺമെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയത് തന്നെയാണല്ലോ. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ സർക്കാർ തലത്തിൽ തന്നെ ഔദ്യോഗിക ഭാഷ്യങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞു. അത് സ്വാഭാവികം. പക്ഷേ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു യുക്തി വേണം എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അവരെ ദയവായി തെറി വിളിക്കരുതേ എന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് എന്തെങ്കിലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, വിമർശിച്ചാൽ മാധ്യമങ്ങൾക്ക് നേരെ വെടിയുണ്ട ഉതിർക്കുകയല്ല വേണ്ടത്. അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് മറുപടി പറയാനുള്ള ആർജവത്വമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഭരണകൂടമായാലും കാണിക്കാനുള്ളത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ.